ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിയും സുധിയും ശ്രീകാന്തും കൂടി ചേർന്നിട്ട് പീരടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സച്ചി കുടിക്കുന്നില്ല, മറ്റു രണ്ടുപേരും കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സുധിയാണെന്നുണ്ടെങ്കിൽ അറിയാതെ പണം വന്നത് നീലിമയുടെ കയ്യിൽ നിന്നുള്ള മട്ടില് അവൾ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അതില് സച്ചിക്ക് എന്തൊരു സംശയം കൊടുക്കുന്നുണ്ടേ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ ഏതവളുടെ കയ്യിൽ നിന്നാടാ വന്നെന്ന് പറഞ്ഞത്? നീയല്ലേ പറഞ്ഞത് ഇത് നിന്റെ അമ്മായിപ്പൻ അയച്ചു തന്ന പണമെന്നുള്ള കാര്യത്തെ കുറിച്ച്? അതെ, ഇത് ശ്രുതി മൂലം വന്ന പണമാണല്ലോ, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും സുധിയേട്ടൻ ഉടനെ തന്നെ ഒരു ഹോട്ടൽ ബിസിനസ് ആരംഭിച്ചോ എന്നുള്ള കാര്യം കേട്ടോ. എന്തിനാ, നിനക്ക് അവിടെ ഷെഫായിട്ട് നിൽക്കാനോ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോൾ സുധിയേട്ടന്റെ അടുത്ത് ഐഡിയ പറഞ്ഞ് എന്നെ വേണം പറയാനെന്ന് പറയുകയാണേ. അപ്പോഴേക്കും കുടിച്ച് ഏകദേശം ഒരു കിക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ശ്രീകാന്തിനും അതുപോലെ സുധിക്കൊക്കെ. പക്ഷേ സച്ചി കുടിക്കുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് ഹോട്ടൽ ബിസിനസ് എന്ന് പറയുന്നത് നല്ല ലാഭമുള്ള ബിസിനസ് എന്ന് പറയുമ്പോൾ ആരാണല്ലെങ്കിലും ഇപ്പോഴൊക്കെ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ സുധി. എല്ലാവരും ഇപ്പോൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യല്ലേ, അങ്ങനെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്താലും അതിനൊരു ഹോട്ടൽ വേണ്ടേ? ഹോട്ടൽ ബിസിനസ് ഒന്നും സെറ്റ് ആവില്ലടാ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നാക്ക് വിശ്വസിച്ചിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൊള്ളില്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് എല്ലാം വേസ്റ്റ് ആയി പോവില്ലേ? ഇതെല്ലാം കേട്ടിട്ട് സച്ചി പറയുന്നുണ്ട്, ഹോട്ടൽ ബിസിനസ് ഒന്നും സുധിക്ക് സെറ്റ് ആവില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യേ, നീ എന്തായാലും അച്ഛന്റെ പണം തിരികെ കൊടുക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഉള്ള പണത്തിന് നീ എന്ത് ചെയ്യേ, 3-4 കാർ അങ്ങ് മേടിച്ചിട്ട് ഓടിക്കാൻ വിട്. അങ്ങനെ ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ലാഭം കിട്ടുമല്ലോ അതിന്. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ ഇത് നല്ല ഐഡിയ ആണ്. എടാ, ഒരു കാറിന് 1 ലക്ഷം രൂപ വരെയൊക്കെ ചിലപ്പോൾ ഒരു മാസം കിട്ടും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സുധി, കാറോ? അത് ശരിയാവില്ല. ആരെങ്കിലും വിശ്വസിച്ചിട്ട് നമ്മള് കാറ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കാറ് എന്ന് മട്ടിൽ അവൻ ഓടിച്ചുകൊണ്ട് നടക്കും. കാശാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് തരൂല്ല. അങ്ങനെ ആരെങ്കിലും സൂഹിക്കാൻ വേണ്ടിട്ട് ഞാൻ കാറ് മേടിക്കണോ? ഇത് കേട്ട ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, നീ എന്റെ ജോലിയെ തന്നെ കുറ്റം പറയുകയാണല്ലേടാ. ഒരു ദിവസം നീ വെയിലൊക്കെ ഒന്ന് കാർ ഓടിച്ചുകൊണ്ട് നടക്കടാ. അപ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ നടുവേദന, കാലുവേദന, എല്ലാ വേദനയും ഉണ്ടാക്കും. ഞങ്ങള് സുഖമായിട്ടാണ് കാർ ഓടിക്കുന്നത് എന്നുള്ള കാര്യം നീ കണ്ടിരുന്നോ? സച്ചിയേട്ടാ, എന്തായാലും അത് വിട്ടേക്ക്. കാറ് ശരിയാവില്ല എന്നുള്ള കാര്യം സുധിയേട്ടൻ പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പണം കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തോ, പലിശ വരുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നുള്ള കാര്യം ചോദിക്കണേ സുധി. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു അത് തന്നെ ചെയ്യേ. ചുമ്മാ വീട്ടിലിരിക്കെ, പലിശ വരുന്ന സമയത്ത് ചുമ്മാ വെട്ടിയെ പോലെ ഇങ്ങനെ ചുറ്റിക്കറിയും. ഇത് കേൾക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, മാസം പലിശ വരും, അതില് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് ചിലപ്പോ പലിശ കുറഞ്ഞെന്ന് വരും, അതൊന്നും സെറ്റ് ആവില്ല എന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോ സച്ചി ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കാൻ കേട്ടോ, അല്ലടാ എന്താടാ ഇവ ഇങ്ങനെ എന്ത് പറഞ്ഞാലും അതിനോരോരോ കാരണങ്ങൾ പറയുന്നത്. തുടർന്ന് ശ്രീകാന്ത് അടുത്ത ഐഡിയ പറയാൻ കേട്ടോ, ഒരു ബൊട്ടീക്ക് ആരംഭിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് അതിന് കറക്റ്റ് മറുപടി കൊടുക്കാൻ കേട്ടോ സുധി. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഓൺലൈൻ ബൊട്ടീക്കല്ലേ സെലക്ട് ചെയ്യുന്നത്, ആരാ കടയിലേക്കൊക്കെ വരാൻ വേണ്ടി പോകുന്നത്? അടുത്ത് നമ്മുടെ സച്ചി പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നീ പലിശയ്ക്ക് കൊടുക്കട എന്നുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു, പക്ഷെ ശ്രുതി വേണ്ട എന്ന് പറഞ്ഞെന്ന് സുധി പറയാണേ. അങ്ങനെ ഓരോരോ ഐഡിയ ആയിട്ട് പറയാൻ കേട്ടോ. അടുത്തത് റിയൽ എസ്റ്റേറ്റ് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അതിന് ഈ കാശ് പോരടാ എന്ന് പറയണേ സുധി. അടുത്ത സച്ചിയുടെ ഐഡിയ ആണെന്നുണ്ടെങ്കിൽ, നീ വലിയ അറിവുള്ള ആളല്ലേ, വല്ല ബുക്ക് ഷോപ്പ് ആരംഭിക്കാൻ വേണ്ടി പറയുന്നുണ്ടേ. ആരാടാ ഇപ്പോഴത്തെ കാലത്തൊക്കെ ബുക്ക് വായിക്കുന്നത്? അടുത്ത ഐഡിയ ഇവന്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. അതിന് സുധി പറയുന്നത്, അതിന് വേറെ ആൾക്കാരുടെ കാല് പോയി പിടിക്കണോടാ. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഒരു കുപ്പി പൊട്ടിക്കാത്തതുണ്ട് കേട്ടോ. കാരണം ഓരോന്ന് ഇതാണ് 3 പേർക്ക് മേടിച്ചത്. സച്ചി കുടിക്കാത്തത് കൊണ്ട് ഒന്ന് പൊട്ടിക്കാതെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ആ ബോട്ടിൽ എടുത്തിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, ശ്രീകാന്തെ എന്തായാലും ഈ ബോട്ടിൽ വേസ്റ്റ് ആവില്ല എന്നുള്ള കാര്യം. എന്താ സച്ചിട്ട് കുടിക്കാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അല്ലടാ ഇത് അവന്റെ തലയിലിട്ട് ഞാൻ ഉടയ്ക്കാൻ വേണ്ടി പോവാണടാ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോ, പിന്നെ അല്ലാതെ എന്ത് ഐഡിയ പറഞ്ഞു കഴിഞ്ഞാലും നിനക്ക് അതിന് ഓരോരോ റീസൺ ഉണ്ടല്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടപ്പെടണേ എന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോ, അതിനെ നീ ബിസിനസ് ചെയ്യാനുള്ള ഐഡിയയിലും മൈൻഡിലും ഒന്നും അല്ല ഉള്ളത്. കാശ് എങ്ങനെങ്കിലും തീർക്കണം, അത് മാത്രമാണ് നിന്റെ ലക്ഷ്യം. അതൊന്നുമല്ല, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടണ്ടേ. എനിക്കങ്ങനെ കുറെ സ്ഥലത്ത് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതിനോടൊന്നും താല്പര്യമില്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കണം, പക്ഷേ കാശ് എന്നെ തേടി വരണം. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് പറ്റിയൊരു ജോലിയുണ്ട്. ആണോ, എന്താന്നുള്ള കാര്യം ഭയങ്കര ആകാംക്ഷയോട് കൂടി ചോദിക്കാൻ കേട്ടോ സുധി. അത് നീ കുറച്ചു ദിവസം മുമ്പ് ചെയ്തില്ലേ, അമ്പലത്തിന് മുമ്പിൽ ഇരുന്നിട്ട്? അത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് കുടിച്ച വീറങ്ങ് തുപ്പാണ് കേട്ടോ ചെയ്യുന്നത് ചിരിച്ചിട്ട്. ശ്രീകാന്തിനും അതുപോലെ സച്ചിക്കും ചിരി അടക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. നീ പറഞ്ഞതുപോലെ ഇരുന്നിടത്ത് ഇരുന്ന് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ പിച്ച എടുക്കേണ്ടി വരും.
നിങ്ങളടുത്ത് ഐ ഡി ചോദിച്ചു വന്ന് എന്നെ വേണം അടിക്കാനെന്നുള്ള കാര്യമാണ് ശ്രുതി ഇത് കേൾക്കുമ്പോൾ പറയുന്നത്. തുടർന്ന് ബീർ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ രണ്ടുപേരും കൂടി ചേർന്നിട്ട്. ശ്രീകാന്തും സച്ചിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിയാണ്. തുടർന്ന് വർഷയും ശ്രുതിയും രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. വർഷ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്തോരം ചിന്തിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതേ വർഷേ, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങള് ആലോചിച്ചു, പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അങ്ങനെ വർഷ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. വർഷയുടെ ഫീൽഡിനെ കുറിച്ച് തന്നെയാണ്. സ്റ്റുഡിയോ ഇട്ടാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഫോട്ടോ സ്റ്റുഡിയോ ആണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല, ഡബിംഗ് സ്റ്റുഡിയോ. മീഡിയ ഇൻഡസ്ട്രിയില് സിനിമ, സീരിയൽസ്, OTT കണ്ടന്റ്സ് എല്ലാം ഒരുപാട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഡബിംഗ്, മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ്, ഇതെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റുഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. നന്നായിട്ട് ഏണുകയും ചെയ്യുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആ ഒരു ഫീൽഡിൽ ഞങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ, അത് മാത്രമാണോ, ഒരുപാട് ചെലവാവില്ലേ? ഇത് കേൾക്കുമ്പോൾ വർഷയും പറയുന്നുണ്ട്, അതെ, എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലാക്സ് ആകും. അടുത്തത് രേവതിയുടെ ഐഡിയ ആണേ. പൂക്കട ആരംഭിക്കേണ്ട കാര്യത്തെ കുറിച്ച് പറയുമ്പോഴേക്കും, ഏത് നീ പുറത്ത് ഇങ്ങനെ വെച്ച വണ്ടിയിലെ പൂക്കടയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതല്ല, വലിയ പൂക്കടയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് വലിയ വലിയ ഓർഡേഴ്സ് ഒക്കെ വരുന്ന, അത് ഈ ബൊക്കറ്റ്സ് ഒക്കെ കൊടുക്കുന്നതല്ല എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ, അതെ, അതുപോലത്തെ എന്തെങ്കിലും ചെയ്തൂടെ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫീൽഡിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയല്ലേ, ഞങ്ങൾക്ക് സെറ്റ് ആവുന്ന രീതിയിൽ പറയാൻ വേണ്ടി പറയുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, ശരി, നിങ്ങളുടെ ഹസ്ബൻഡിന് എന്ത് സ്കില്ലുള്ളതെന്ന് വെച്ചാൽ അത് പറയൂ. ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ, അത് ക്വാളിഫിക്കേഷൻ ആണ്. ശ്രുതിക്ക് എന്ത് സ്കില്ലാണുള്ളത്, എന്തിലാണ് അവർ കൂടുതലായിട്ട് മുന്നേറിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് മറുപടി ഒന്നുമില്ല കേട്ടോ. പക്ഷേ ശ്രുതി എന്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നന്നായിട്ട് ചെയ്യും എന്നുള്ള കാര്യം പറയുമ്പോൾ, ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ എന്ത് ഐഡിയ പറയാ, ശ്രുതിക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞെടുത്തോളം ശ്രുതി നന്നായിട്ട് മണി മാനേജ്മെന്റ് ചെയ്യും. ഇത് കേട്ട ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്കിളിന്റെ റിട്ടയർമെന്റ് മണി നന്നായിട്ട് മാനേജ് ചെയ്തിട്ട് എടുത്തോണ്ട് പോയില്ലേ? ഇത് കേൾക്കുമ്പോൾ രേവതി ചിരിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. എന്തോ പോലെ എന്നുള്ള കാര്യം മനസ്സിലാവുമ്പോൾ ജസ്റ്റ് കിഡിങ് ആണ്, സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്നുള്ള കാര്യം പറയണേ. ഓക്കെ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്ത ഐഡിയ ആണ് കേട്ടോ. ശ്രുതി, എന്തായാലും നീ പാർലർ നടത്തുന്നില്ലേ, മറ്റൊരു പാർലർ ഓപ്പൺ ആക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെ, അത് നല്ല ഐഡിയ ആണല്ലോ, ചേച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയിൻ ഓഫ് പാർലേഴ്സ് തുടങ്ങിക്കൂടെ എന്നുള്ള കാര്യം വർഷയും ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതിന് പാർലർ എന്റെ പേരിൽ വേണ്ടേ, അങ്ങനെ അതിന് എന്തെങ്കിലും ഒഴിഞ്ഞു മാറണല്ലോ. അപ്പോ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, ശ്രുതിക്ക് അത് സെറ്റ് ആവില്ല എന്നുള്ള കാര്യം. പിന്നെ എന്താണ് ശ്രുതിയേട്ടന് സെറ്റ് ആവുക? അടുത്ത രേവതിയുടെ ഐഡിയ ആണെന്നുണ്ടെങ്കിൽ, കട ഏതെങ്കിലും മേടിച്ചിട്ട് വാടകയ്ക്ക് കൊടുത്താലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, വാടകയ്ക്ക് കൊടുത്തിട്ട് എന്ത് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് അത് ഓൺലൈനായിട്ട് വിൽക്കുന്ന ബിസിനസ് ആരംഭിച്ചാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അങ്ങനെ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഷാംപൂ, കോസ്മെറ്റിക് അങ്ങനെ എന്തെങ്കിലും ആണ് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, അതിന് ഒരുപാട് ടൈം എടുക്കും, മറ്റുള്ളവരിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മളിൽ ഉണ്ടാകണം, അതിനുള്ള സർട്ടിഫിക്കേഷനും അതുപോലെ പാറ്റന്റ് ഡ്രൈവും ഒക്കെ ഭയങ്കര വലിയ പ്രോസസ്സാണ്. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഒരു ജോലിയും അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ രേവതിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ നമ്മുടെ രേവതി പറയുന്നതൊന്നും? അല്ല, എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും മുകളിലും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കല്ലേ, അവരെന്തെങ്കിലും ഡിസൈഡ് ചെയ്യായിരിക്കും ശ്രുതി പറയാണ്. ഇത് കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി, അവരെന്താ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പോയിരിക്കുന്നത്? ഈ ഗ്യാപ്പില് അവർ കുടിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ഒരു ബീറിനുമാണ് പെർമിഷൻ കൊടുത്തത്. അതെ, ഞാനും ഒരു ബീറിനാണെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. ഒരുപാട് കെഞ്ചി കേട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ശ്രീകാന്തിന് പെർമിഷൻ കൊടുത്തതെന്ന് വർഷ പറയുമ്പോൾ, അവർ രണ്ടുപേരും ലിമിറ്റ് ആയിട്ട് തന്നെ കുടിക്കുള്ളൂ, പക്ഷേ സച്ചിക്ക് പെർമിഷൻ ഒന്നും ആവശ്യമില്ലല്ലോ. രേവതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പെർമിഷൻ ചോദിക്കുകയോ വേണ്ട. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല, ഇന്ന് സച്ചിയേട്ടൻ കുടിക്കില്ല എന്നുള്ള കാര്യം. രേവതി, നീ വെറുതെ കോമഡി പറയാതെ, അല്ലെങ്കിലേ ഫുൾ ടൈം വെള്ളത്തിലാണ്. ഇന്ന് സച്ചിയായിരിക്കും മുഴു കുടിയനായിട്ട് വരാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടന് കുടിക്കുന്ന ശീലമുണ്ട്, അത് ശരി തന്നെയാണ്, പക്ഷെ ഇന്ന് സച്ചിയേട്ടൻ കുടിക്കില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അത് നിന്റെ മനസ്സിലുള്ള തോന്നലായിരിക്കും, പക്ഷെ അത് നടക്കില്ല. ഫുള്ളായിട്ട് കുടിച്ചിട്ട് നടക്കാൻ പോലും പറ്റാതെ നടന്നു വരുന്നത് കാണാ എന്ന് പറയാൻ കേട്ടോ ശ്രുതി. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്രുതിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഇല്ല, ഇന്ന് സച്ചിയേട്ടൻ കുടിക്കില്ല എന്നുള്ള കാര്യം. മുകളിലാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഫുള്ള് പൂസായിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ചാരി നിൽക്കുവാണേ. ആ ചാരി നിൽക്കുന്ന അങ്ങോട്ടേക്ക് ചെന്നിട്ട് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു
പൂസായിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. പിന്നിൽ ചെന്ന് അടിക്കുന്നുണ്ടേ. ആരടാ എന്നെ അടിച്ചെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുകയാണ് സുധി കേട്ടോ. സുധിയേട്ടാ 1000 ഐഡിയ പറഞ്ഞു, എന്നിട്ട് ഒരു ഐഡിയ പോലും സെറ്റ് ആവുന്നില്ലല്ലോ. ഇത് കേൾക്കുമ്പോ സുധി, എടാ അതിന് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്നുള്ള കാര്യം പറയാണേ. എടാ നീ 1000 ഐഡിയ പറഞ്ഞു കഴിഞ്ഞാലും അവൻ അതൊന്നും ഇഷ്ടപ്പെടില്ല. പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് കുറെ വർഷം അങ്ങനെ പോയി, പിന്നെ ജോലി തേടുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുറെ വർഷം പോയി. ഇനി ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ നര വരുന്നത് വരെ ഇവൻ ചുറ്റാൻ വേണ്ടി പോവാണ്. നോക്കിക്കോ എന്ന് സച്ചി. എടാ നീ എന്തിനാ ചുമ്മാ എന്നെ കളിയാക്കുന്നത്? എനിക്ക് നീ കുറച്ചെങ്കിലും മര്യാദ തരുന്നുണ്ടോ? നീയല്ല എന്റെ ഏട്ടൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എടാ ഞാനല്ല നീയാണ് എന്റെ ഏട്ടൻ എന്നുള്ള കാര്യം സച്ചി പറയാണേ. അങ്ങനെ കുടിച്ചിട്ട് ആകെ മൊത്തം തലതിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ സുധി. അതെ കറക്റ്റ് ആണെന്നുള്ള കാര്യം കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പറയാണ്. 1.5 ബിയർ കുടിച്ചപ്പോഴേക്കും ഇവന്റെ കാര്യം പോക്കായല്ലോ എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും ശ്രീകാന്തിന്റെ ഫോണിലേക്ക് വർഷ വിളിക്കുന്നുണ്ടേ. അയ്യോ സമയമായോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് ഫോൺ എടുക്കുന്നത്. വർഷ എന്നുള്ള കാര്യം പറയും. എന്താ ശ്രീകാന്തെ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. കഴിഞ്ഞു, സുധിയേട്ടന്റെ ബിസിനസ് പ്ലാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്ലാനൊക്കെ സംസാരിച്ചത് മതി, താഴേക്ക് വാ എന്ന് പറയുന്നുണ്ട്. ശരി വരാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ശ്രീകാന്ത്. ഫോൺ വെച്ചതിന് ശേഷം വർഷ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രീകാന്ത് എന്തായാലും ബോധത്തോടു കൂടി തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം. അയ്യോ ഈ സുധി എന്താ വരാത്തെന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. സുധിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. സുധിയുടെ ഫോണാണ് കേട്ടോ ബെല്ലടിക്കുന്നത്. സച്ചിയുടെ അടുത്ത് പറയാ, എടാ നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു എന്നുള്ള കാര്യം. അയ്യോ എന്റെ ഫോണല്ല നിന്റെ ഫോണാ ബെല്ലടിക്കുന്നതെന്ന് പറയുമ്പോ ആരാ ഈ നേരത്തെ വിളിക്കാനെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് ഒന്നും കാണുന്നൊന്നുമില്ല. അപ്പോഴേക്ക് സച്ചി നോക്കിയിട്ട് എടാ പൗഡർ എടുത്ത് എന്നുള്ള കാര്യം പറയാണേ. ഹലോ ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത്. സുധി നീ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഇങ്ങനെ നാക്ക് ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തെടുത്തോളം മതി, താഴേക്ക് വാ എന്ന് പറയുമ്പോൾ ഇതാ ഡാർലിംഗ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ. എന്റെ വൈഫ് വിളിക്കുന്നുണ്ട്, ഞാൻ പോവാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ടെറസിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടാൻ വേണ്ടി നോക്കുവാണേ. അപ്പോഴേക്ക് സച്ചി ശ്രീകാന്തും കൂടി പിടിച്ച് നിർത്തുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ തടഞ്ഞു നിർത്തുന്നത്? എനിക്ക് എന്റെ വൈഫിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചാടാൻ വേണ്ടി പോകുമ്പോഴേക്കും നീ ഇതിലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലേ നിന്റെ വൈഫിന്റെ അടുത്തേക്കല്ല പോവുക, കാലന്റെ അടുത്തേക്കായിരിക്കും. അതിലാണ് പോകേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ നടന്നു വരുന്നുണ്ട്. ശ്രീകാന്തിനും അതുപോലെ തന്നെ സുധിക്കും ഇങ്ങനെ ഒരാട്ടൊക്കെ ഉണ്ട് കേട്ടോ. സുധിക്കാണ് കുറച്ച് കൂടുതൽ. അവർ രണ്ടുപേരും കൂടി പിടിച്ചുകൊണ്ടാണ് സച്ചി താഴേക്ക് വരുന്നത്. ഇവരിങ്ങനെ ഓരോ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. മോളിൽ എന്താ ഭയങ്കര ശബ്ദം എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ അത് സച്ചി ആയിരിക്കും മുഴുവൻ കുടിയാനായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കായിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ല സച്ചിയേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയണ രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് പാവൻ രേവതി ഇനിയും സച്ചിയെ വിശ്വസിച്ചുകൊണ്ട് നടക്കുവാണ്. നിൽക്കാൻ പോലും പറ്റാതെ ഫുള്ളായിട്ട് കുടിച്ച് ആടി ഒലഞ്ഞു വരുന്നത് കാണാം. വരുന്ന സമയത്ത് സുധിയാണെന്നുണ്ടെങ്കിൽ കാണുന്നിടത്തൊക്കെ ചാടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. ഒരു വിധത്തിൽ രണ്ടുപേരും കൂടി പിടിച്ച് താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരാണേ. സച്ചിയായിരിക്കും വരുന്നത്. അങ്ങനെ ആടി ഒലഞ്ഞിട്ട് എന്നുള്ള മട്ടില് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അങ്ങനെ നമ്മുടെ ശ്രുതിയെ താങ്ങി അവശനായിട്ട് സച്ചി ആദ്യം ഇങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ. കൈയൊക്കെ ക്ഷീണിച്ചിങ്ങനെ കൈയൊക്കെ ആട്ടുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി സച്ചി കുടിച്ച് ബോധമില്ലാണ്ടേ വരുന്നെന്ന് വിചാരിച്ചിട്ട് കണ്ടില്ലേന്ന് രേവതിയുടെ അടുത്ത് കുടിച്ചിട്ട് റിവേഴ്സിൽ നടന്നു വരുന്നത് കണ്ടില്ലേ. അടുത്തതായിട്ടാണ് കേട്ടോ നമ്മുടെ ശ്രുതി വരുന്നത്. ശ്രുതി ഇപ്പൊ താഴേക്ക് വീഴും എന്നുള്ള മട്ടിലാണ്. ഇത് ആദ്യം കാണുന്നത് വർഷയാണേ. ശ്രുതി ചേച്ചി നിങ്ങളുടെ ഹസ്ബൻഡിനെയാണ് തൂക്കിക്കൊണ്ട് വരുന്നത്. അപ്പോഴേക്കും ശ്രുതി ആകെ ദേഷ്യം പിടിച്ച ഭാവത്തിലാവാണ്. രേവതിയാണെന്നുണ്ടെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി താഴെ എത്തുമ്പോഴേക്കും ശ്രുതി നീ എന്ത് ചെയ്തിട്ടാ വന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ശ്രുതി. ഒരുപാട് ഐഡിയാസ് ഉണ്ട് ശ്രുതി. സ്റ്റാർട്ട് ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് നാക്കൊക്കെ കുഴച്ചൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ഇവര് ഒരുപാട് കുടിച്ചോ എന്നുള്ള കാര്യം ചോദിക്കാണ് ശ്രുതി. ഇല്ല ചേച്ചി, ഒരു ബോട്ടിൽ കുടിച്ചപ്പോഴേക്കും ഇങ്ങനെ ആയി എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നീ എന്തിനാണ് കള്ളം പറയുന്നത്? ബോട്ടില് വലുതായിരുന്നു, ഞാൻ മുകളിലുണ്ട് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും സച്ചിയും അതുപോലെ ശ്രീകാന്തും കൂടി പിടിക്കുകയാണ്. എടാ നീ വീണ് പോകുന്നു പറഞ്ഞിട്ട് സച്ചി കൊണ്ടുപോയിട്ട് പൗഡർ എടുത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് പൗഡർ എടുത്ത് കൊണ്ടുപോയിട്ട് കിടത്തിക്കോ അല്ലെങ്കിൽ വീണ് പോകുന്നു. ശ്രുതി ഞാൻ രാവിലെ നിന്റെ അടുത്ത് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകുമ്പോ എന്തിനാ ശ്രുതി രാവിലെ സംസാരിക്കുന്നത്? ഇപ്പൊ തന്നെ സംസാരിച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ട് ആ ടേബിളിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ശ്രുതി എന്താ ഈ കാണിക്കുന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ സംസാരിക്കാം, ഇപ്പൊ സംസാരിക്കാം. അതിനിടയ്ക്ക് ശ്രുതിയുടെ കൈ പിടിച്ച് തിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ശ്രുതിക്കിട്ടിട്ട്. അപ്പോഴേക്കും ശ്രുതി അടങ്ങുന്നുണ്ട്. എന്നിട്ട് വലിച്ചു കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് ശ്രീകാന്തും അതുപോലെ സച്ചിയും പൊരിഞ്ഞ ചിരിയാണ്. അടുത്തത് വർഷയാണ് കേട്ടോ ശ്രീകാന്തിനെ നോക്കുന്നത്. എന്തായാലും നീയെങ്കിലും നേരെ വന്നല്ലോ, വാ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ ഉള്ളിലേക്ക് പോവാണ്. അടുത്തത് രേവതിയുടെ മുന്നാണല്ലോ. സച്ചിയേട്ടൻ എത്ര കുടിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ കുടിച്ചില്ലല്ലോ എന്നുള്ള കാര്യം സച്ചി പറയുകയാണെ. അത് ഞാൻ വിശ്വസിക്കണോ? ശരിക്കും കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഊതി കാണിച്ചു എന്നുള്ള കാര്യം പറയുകയാണെ. നീ ഒരു നാദസ്വരം മേടിച്ചോണ്ട് വാ, ഞാൻ നന്നായിട്ട് ഊതി കാണിച്ചു തരാം എന്നുള്ള കാര്യം സച്ചി പറയുകയാണെ. ഊതാനല്ലേ പറഞ്ഞെന്ന് രേവതി ചോദിക്കുമ്പോൾ നീ എന്താ ട്രാഫിക് പോലീസിനെ പോലെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്?
ഞാൻ ശരിക്കും കുടിച്ചിട്ടില്ല രേവതി എന്ന് പറയുമ്പോൾ നിങ്ങളടുത്ത് ഊതാനല്ലേ പറഞ്ഞത്, ഊതാന്ന് വേണ്ടി പറയുമ്പോൾ രേവതി അങ്ങ് പിടിച്ചിട്ട് അങ്ങ് ഊതി കൊടുക്കുവാണ് കേട്ടോ. അല്ല എന്താ സച്ചേട്ടൊന്ന് കുടിക്കാണ്ടിരുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എപ്പോഴും എന്തിനാ കുടിച്ചെന്നുള്ള കാര്യമല്ലേ നീ ചോദിക്കാറ്? അല്ല സാധാരണ നിങ്ങൾ കുടിക്കാറുണ്ടല്ലോ, കുടിക്കാത്ത രണ്ടുപേരും കുടിച്ചു, പിന്നെ നിങ്ങളെന്താ കുടിക്കാഞ്ഞെന്നുള്ള കാര്യം രേവതി ചോദിക്കും. തോന്നിയില്ല കുടിക്കാൻ വേണ്ടിയിട്ട്, അന്ന് കുടിക്കാതെ തന്നെ വീണ്ടും എന്തിനാ ഒരു പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് കുടിച്ചില്ല. അപ്പോ സച്ചേട്ടൻ ഇനി കുടിക്കത്തേ ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പറ്റില്ല, ഇന്ന് എനിക്ക് കുടിക്കാൻ വേണ്ടി തോന്നിയില്ല, നാളെ ഇനി കുടിക്കാൻ വേണ്ടി തോന്നോ ഇല്ലെന്നുള്ള കാര്യം അറിയില്ല, തോന്നിയാ അപ്പൊ നോക്കാം. ശരി ടൈമായി, നീ പോയി ഉറങ്ങാൻ നോക്ക്, ഞാൻ ഡ്രസ്സ് പോവാ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവാണ്. അങ്ങനെ സച്ചി കുടിക്കാതിരിക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ശ്രുതിയോട് വെല്ലുവിളിച്ചതുപോലെ തന്നെ സച്ചി വെള്ളം അടിച്ചിട്ടില്ലല്ലോ, ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിൽ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്